ഗുഡ് മോർണിംഗ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മ ശരിയായിട്ടുള്ളൊരു തിരിച്ചറിവ് തരുന്നത്. നമ്മൾ സോളിഷാണോ സ്പിരിച്വലാണോ, നമ്മുടെ ആത്മീയമായിട്ടുള്ള അവസ്ഥ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള പരിശുദ്ധാത്മ ഒരു തിരിച്ചറിവ് തരുന്നത്. അതിന് ഈ എപ്പിസോഡ്സ്, ഈ വീഡിയോസ് സഹായകരമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുക. ഇപ്പോൾ സോളിഷാതിൻ്റെ ലക്ഷണങ്ങൾ ഈ ഇത്രയും വായിച്ചതിൽ നിന്നും നമുക്കെന്താ പിടികിട്ടിയത് ഒന്ന് ആലോചിക്കും. ഒന്ന്, ശിശുക്കളെ പോലെയാണ്. സോളിഷാണോ നമ്മൾ തന്നെ ഇത് പരിശോധിക്കും. കട്ടിയായിട്ടുള്ള ആഹാരം ഇഷ്ടമല്ല, എപ്പോഴും പാൽ കുടിക്കാനാണ് താല്പര്യം. ഞാൻ പറഞ്ഞിരുന്നു, എന്നെ പലയിടത്തും ഒന്ന് വിളിക്കും, പിന്നെ വിളിക്കത്തില്ല. കാരണം എനിക്ക് എപ്പോഴും ഇഷ്ടം അത്യാവശ്യം നല്ല മറ്റൊരു ഒരുമാതിരി വർഷങ്ങളായ സഭകളിൽ കട്ടിയായിട്ടുള്ള ആഹാരം കൊടുക്കാനാണ്. ഞാൻ പറഞ്ഞു, ഞാൻ വെറുതെ ഒരു വിളമ്പത്തില്ലത്. പാൽ കുടിക്കുന്നവർക്ക് പാൽ തന്നെയാണ് കൊടുക്കുന്നത്, അല്ലാതെ കട്ടിയായിട്ടുള്ള ആഹാരം കൊടുക്കും. ചില ആൾക്കാരോട് ഞാൻ ഒരിക്കൽ ഒരു 4-5 പേരേക്ക് ഒന്നിച്ച് കിട്ടിയൊരു സ്ഥലത്ത് വെച്ച് ഞാൻ അവരോട് പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ പരിശുദ്ധാത്മ തന്ന് ഞാൻ ഷെയർ ചെയ്യും. അവരെല്ലാം സ്പിരിച്വലി നല്ല മച്ചുവറായിട്ടുള്ള ആൾക്കാരാണ്, എന്നുവെച്ചാൽ വർഷങ്ങളായി. 1-2 പേരുടെ അവർ അത് റിസീവ് ചെയ്യുന്നത് കണ്ടു. ബാക്കി ഉള്ള മെജോറിറ്റി ആൾക്കാരും അത് നമുക്കാണ് റിജക്റ്റ് ചെയ്യുന്നതാണ്. ആത്മീയരാണോ? ആണെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞതിതാ, പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടുന്നുവെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ മക്കളാകത്തുള്ളൂ. പക്ഷെ പെട്ടെന്ന് അവരുടെ ഉള്ളിൽ മുഖത്ത് നമുക്ക് കാണാം, അവരതിനെ റിജക്റ്റ് ചെയ്യും. കാരണം കട്ടിയായിട്ടുള്ളൊരു ആഹാരം പോലെ അവർക്ക് ഫീൽ ചെയ്ത്. അവർക്കിഷ്ടം എന്താ? അവർക്കിഷ്ടം നമ്മുടെ ബിസിനസ് ഉണ്ടായ വളർച്ച, അതനുസരിച്ച് നമ്മൾ പ്രൊപ്പോർഷനായിട്ട് ടൈറ്റ് കൊടുത്തു. അപ്പോൾ കർത്താവ് വീണ്ടും നമ്മുടെ ബിസിനസ് വർദ്ധിപ്പിച്ചു. കാരണം ബിസിനസ് വർദ്ധിച്ചെങ്കിൽ മാത്രമേ കർത്താവ് ടൈറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ കർത്താവിൻ്റെ ഉദ്ദേശം എന്താ? ടൈറ്റ് മാക്സിമം മേടിച്ചെടുക്കുക. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കർത്താവ് നിങ്ങളുടെ ബിസിനസ്സിനെ അനുഗ്രഹിക്കും. അപ്പോൾ നമ്മളതനുസരിച്ച് കൊടുത്താൽ മതി. സ്പിരിച്വൽ ബേബീസാണ്. 15-20 വർഷമായിട്ട് കർത്താവിനെ അറിഞ്ഞവരാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നവരാണ്. അപ്പോൾ സോളിഷാണോ? അവർ തിരിച്ചറിയുന്നില്ല, അവരുടെ വിചാരം സ്പിരിച്വലാണോ. പക്ഷെ എങ്ങനെ അറിയുന്നത്? ഈ കട്ടിയായിട്ടുള്ള ആഹാരം അല്ലെ സൗണ്ട് ഡോക്ടറും കേൾക്കുമ്പോൾ നമ്മൾ റിബല്യസ് ആവും, അല്ലെങ്കിൽ നമ്മൾ മൂഡ് ഔട്ട് ആവും, അല്ലെങ്കിൽ നമുക്ക് താല്പര്യം പോകും, നമുക്ക് ഉറക്കം വരും. ചില ആൾക്കാരോട് സുവിശേഷം പറയുമ്പോൾ കാണാൻ അവരാണ് ഇങ്ങനെ അത്രയും നേരം നല്ല എനർജറ്റിക് ആയിട്ടിരുന്ന ആൾക്കാരാണ് ഇങ്ങനെ കണ്ണു ഇങ്ങനെ പോകുന്നത്. ഞാനങ്ങ് നിർത്തും. കാരണം അവരുടെ കുഴപ്പമല്ല അത്. അവരതിന് ട്യൂണ്ടല്ല, അവർക്കത് ഇഷ്ടമല്ല, അവർക്ക് ദഹിക്കത്തില്ല. അപ്പോൾ സോളിഷ് അല്ലെങ്കിൽ ജഡിക മനുഷ്യരുടെ, ലോകമനുഷ്യരല്ല, ജഡിക മനുഷ്യരല്ല സോളിഷ്, വീണ്ടും ജന്മം നടന്നവർ അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ആണെന്ന് അവകാശപ്പെടുന്ന ആൾക്കാർ സോളിഷ് ആണെന്ന് തിരിച്ചറിയുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യമാണ് അവർക്ക് പാല ഇഷ്ടം, അല്ലെങ്കിൽ കട്ടിയായ ആഹാരം അവർക്ക് ഇഷ്ടമില്ല. അടുത്തത്, വർഷങ്ങൾ കഴിഞ്ഞാൽ അവർ ശിശുക്കളായിട്ടിരിക്കും. അടുത്ത ലക്ഷണം, അസൂയയും തർക്കവും. ഈ ജഡത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉള്ളിൽ കാണും. ജഡികളുടെ ലക്ഷണം ചിന്തിച്ചു നോക്ക്. നമ്മൾ എവിടെ കിടന്നാണേലും, നമ്മൾ വീട്ടിൽ കിടന്നാണേലും പുറത്ത് കിടന്നാണേലും നമ്മൾ വഴക്കുണ്ടാക്കുകയും തർക്കിക്കുകയും ഒക്കെ ചെയ്യുകയാണല്ലോ ഓർത്തോണം. നമ്മൾ ആത്മീയരല്ല. പലപ്പോഴും നമുക്ക് പല റീസൺസ് കാണും. ഞാൻ ന്യായമായ കാര്യത്തിലാണ് തർക്കിച്ചത്, അല്ലെങ്കിൽ അവർ ചെയ്തത് ശരിയല്ല, തെറ്റ് നമ്മൾ തിരുത്തട്ടെ എന്നൊക്കെ നമുക്ക് പറയാം. തെറ്റ് തിരുത്തണം. പക്ഷേ അതിനൊക്കെ ഒരു രീതിയുണ്ട്. ഒരു ആത്മീയന് എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ വചനം വായിക്കുമ്പോൾ പിടികിട്ടും. കർത്താവ് എങ്ങനെ ചെയ്തെന്നുള്ളത്. കർത്താവ് ഒരിക്കലാണ് ചാട്ടവാറുണ്ടാക്കിയത്. അത് പിതാവിൻ്റെ ആലയത്തെ അശുദ്ധമാക്കുന്നത് കണ്ടുകൊണ്ട്. യൂദാസ് കർത്താവിൻ്റെ കൂടെയാണ് നടന്നത്. ഒരിക്കൽ പോലും കർത്താവ് യൂദാസിന് മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ല. ഇൻഡയറക്റ്റായിട്ട് വാൺ ചെയ്തിട്ടുണ്ട്. ഇൻഡയറക്റ്റായിട്ട് കർത്താവിന് അറിയത്തില്ല യൂദാസ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. അത് കർത്താവ് തികഞ്ഞ ആത്മീയന, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആത്മീയ മനുഷ്യൻ എന്ന് പറഞ്ഞ കർത്താവ് പരിശുദ്ധാത്മാവിൽ നടത്തപ്പെട്ട. പരിശുദ്ധാത്മ അനുവാദം കൊടുത്തില്ല യൂദാസിനെ വലിച്ചു കയറാനായിട്ട്. നമ്മളാണല്ലോ. ഇപ്പം ഈ സോളിഷായിട്ടുള്ളവരുടെ ലക്ഷണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവരെപ്പോഴും അവരെക്കുറിച്ച് വലിയൊരു ഹൈ ഒപ്പീനിയനുള്ളവരായിരിക്കും. നമ്മൾ കണ്ടതാണ്, ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന 2 ആൾക്കാർ, ഒരു ചുങ്കക്കാരനും ഒരു പരീക്ഷനും. പരീക്ഷ സോളിഷാണ്. അതുകൊണ്ടാണ് പരീക്ഷ തന്നെത്താൻ ഉയർത്തുന്നത്. ഞാൻ ഈ നിൽക്കുന്ന മനുഷ്യനെ പോലെ എൻ്റെ കമ്പാരിസൺ മുഴുവൻ എപ്പോഴും ചുറ്റുപാടുള്ളവരുമായിട്ടാണ്.
എൻ്റെ സഭയിലുള്ള മറ്റ് വിശ്വാസികളായിട്ട് ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ അവരെക്കാളൊക്കെ വചനം എനിക്കറിയാം, മർമ്മങ്ങളറിയാം. ഞാൻ അവരെക്കാൾ കൂടുതൽ ഉപവസിക്കുന്നുണ്ട്, ടൈത്ത് കൊടുക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. എപ്പോഴും എന്നെക്കുറിച്ച് ഇങ്ങനെ ഞാൻ ഹൈ ഒപ്പീനിയൻ എന്നേക്ക് തന്നെ മാർക്കിട്ടുകൊണ്ടിരിക്കുക. ഔട്ട് ഓഫ് 10 എപ്പോഴും 9 ആയിരിക്കും. അതേസമയം യഥാർത്ഥമായിട്ടുള്ള സ്പിരിച്വൽ ആണെങ്കിൽ നമ്മുടെ കമ്പാരിസൺ ഒരിക്കലും ചുറ്റുപാടുള്ളവരായിട്ടായിരിക്കത്തില്ല. നമുക്ക് പുകഴാൻ ഒന്നും കാണത്തില്ല. എപ്പോഴും ഓർത്തോണം, നമ്മൾ ജഡികരാണ്, സോളിഷ് ആണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആത്മീയമായിട്ട് നമുക്കൊരു തൃപ്തി വരും. ആത്മീയമായിട്ട് നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു പുകഴ്ത്തലുണ്ടാകും. അല്ലെ നമ്മളെ ഒരു സെൽഫ് പ്രൈസിങ് അവിടെ അകത്തുണ്ടാകും. അതിൻ്റെ റിസൾട്ടായിട്ട് ഒരു സ്പിരിച്വൽ ഒരു പ്രൈഡ് ഉണ്ടാകും. ഇതെല്ലാം ഉണ്ടെങ്കിൽ ഓർത്തോണം, നമ്മൾ സോളിഷാണ്. ചിലപ്പോൾ നമ്മൾ ആരും പുറത്ത് കാണിക്കത്തില്ല, അല്ലെ പുറത്ത് നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറയത്തില്ല. നമുക്കിതെല്ലാം അഭിനയിക്കാൻ പറ്റും കേട്ടോ. ഞാൻ പറഞ്ഞ സോളിഷിൻ്റെ സ്പിരിച്വലിൻ്റെയും ഫ്രൂട്ട്സ് ഓൾമോസ്റ്റ് സെയിമാണ്, കള്ളനോട്ടും നല്ല നോട്ടും പോലെ. താഴ്മ അഭിനയിക്കാം, സ്നേഹം അഭിനയിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക സൗമ്യത അഭിനയിക്കാം, ആത്മനിയന്ത്രണം അഭിനയിക്കാം. ഇതെല്ലാം നമുക്ക് അഭിനയിക്കാം, പക്ഷെ നാച്ചുറൽ ആയിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ പരിശോധിക്കണം. നമ്മൾ സൗമ്യതയോടെ ഒരാളോട് സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ ആ സൗമ്യത ഉണ്ടോ എന്ന് ചിന്തിക്കണം. കാരണം പുറമേ നമുക്ക് എന്ത് വേണേൽ കാണിക്കാം, നന്നായിട്ട് അഭിനയിക്കാൻ. അതുകൊണ്ടാണല്ലോ ഈ ആക്ടേഴ്സ് ബെസ്റ്റ് ആക്ടർ അവാർഡൊക്കെ പലർക്കും കിട്ടുന്നത്. പക്ഷേ ആത്മീയ ജീവിതത്തിൽ, ആത്മീയ ലോകത്തിൽ അഭിനയിക്കില്ല കേട്ടോ. അത് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഹിപ്പോക്രസി, അഭിനയം, വ്യാജം. നമ്മളിപ്പോഴും ജെനുവിൻ, നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കത്തില്ല, പക്ഷേ ജെനുവിനാകും. കർത്താവിനത് ഏറ്റവും ഇഷ്ടം. നമ്മളായിരിക്കുന്നത് പോലെ നമ്മളെ തന്നെ കർത്താവിൻ്റെ മുമ്പിൽ ഏൽപ്പിക്കും. കർത്താവേ, എന്നെ കൊണ്ട് ഇതേ പറ്റുന്നുള്ളൂ, ഞാൻ ഇതാണ്, അല്ലാത്തൊന്നും പറയല്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ഇത് അങ്ങനെ ഇതൊന്നും കണക്ക് കൊടുക്കാൻ നിൽക്കല്ലേ. നമ്മുടെ കമ്പാരിസൺ, ഒരു ആത്മീയൻ്റെ കമ്പാരിസൺ കർത്താവാണ്. കർത്താവിൻ്റെ വിശുദ്ധിയാണ് അവൻ്റെ വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡ്. അല്ല എൻ്റെ കൂടെയുള്ള എന്നേക്കാൾ ഒരുപടി താഴ്ന്നിരിക്കുന്ന, അല്ല എന്നേക്കാൾ മാർക്ക് കുറവുള്ള ഒരാളല്ല എൻ്റെ റോൾ മോഡൽ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.